പറയുന്നത്. സാർകോപ്റ്റസ് സ്കാബി എന്ന ഒരു ഓർഗാനിസമാണ് ഈ ഒരു സ്കാബിസ് ഉണ്ടാക്കാൻ കാരണം. ഇത് നമ്മുടെ സ്കിന്നിൽ സുഷിരം ഉണ്ടാക്കുകയും അതിൽ മുട്ട ഡിപ്പോസിറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന്റെ കോശങ്ങൾ കഴിച്ചാണ് ജീവിക്കുന്നത്. ഈ ഓർഗാനിസത്തിന്റെ സ്കിൻ ഡെബ്രിസും മുട്ടകളും നമ്മുടെ സ്കിന്നിൽ വല്ലാത്ത അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നു. അതിന്റെ ഒരു ഹൈപ്പർ റിയാക്ഷൻ ആയിട്ട് നമുക്ക് വല്ലാതെ സ്കിന്നിന് ചൊറിച്ചിലുണ്ടാവുന്നു. നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും സ്കിന്നിന് വല്ലാതെ ചൊറിച്ചില്, പാടധികമില്ലാതെ കുരുക്കളൊന്നുമില്ലാതെ കാണുവാണെങ്കിൽ അത് നമുക്ക് സ്കാബിസ് ആണ് സംശയമാക്കാം. ഇത് സ്കാബിസ് ഒരു മനുഷ്യരിൽ നിന്നും മറ്റൊരു മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് മെയിനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സസിലോ അല്ലെങ്കിൽ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണുമായിട്ട് ഒരു ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ളവരിലോ അവർ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നത്. ഇനിയും നമ്മുടെ ശരീരത്തിൽ ഇത് കടന്നു കഴിഞ്ഞാൽ ഇതൊരു 2 ആഴ്ചക്കുള്ളിൽ ഇതിന്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വല്ലാണ്ടുണ്ടാവുന്ന ചൊറിച്ചിൽ തന്നെയാണ്. ഇത് പ്രധാനമായിട്ട് കാണപ്പെടുന്നത് കൈകളിലും എസ്പെഷ്യലി നമ്മുടെ വിരലുകളുടെ ഇടയിൽ, അതുപോലെ കാലുകളിൽ, നമ്മുടെ ശരീരത്തിലുള്ള സ്കിൻ ഫോൾഡുകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് മറ്റു ചിലരിൽ ചെറിയ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. കുട്ടികളിലാവട്ടെ അവരുടെ സ്കാൽപ്പിലെല്ലാം ഒരു ചെറിയ ചുവപ്പ് നിറത്തിലെ പാടുകൾ നമുക്ക് കാണപ്പെടും. അതുപോലെ അവരുടെ കാൽപ്പത്തിയിലും കൈപ്പത്തിയിലും എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചുവപ്പോടെ പാടുകൾ, ചെറിയ കുരുക്കളും നമുക്ക് കണ്ടുവരാം. നമുക്ക് അത്യാവശ്യം നല്ല രോഗപ്രതിരോധ ശേഷി ഉള്ളവരാണെങ്കിൽ സ്കാബിസ് എന്ന പ്രശ്നം നമ്മുടെ ശരീരത്തിൽ അത് പൊതുവെ തന്നെത്താനെ മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്നാൽ പിന്നീടും റീഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിലും വയസ്സായവരിലും HIV അതുപോലെ ട്യൂബർക്ലോസിസ് പോലെ പ്രശ്നങ്ങൾ ഉള്ളവരിൽ ഇത് വല്ലാണ്ട് പെറ്റുപെരുകി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇത് സ്കിന്നിൽ വന്നിട്ട് ക്രസ്റ്റ് ഫോർമേഷൻ ഉണ്ടാക്കുന്നു. ഇതിന് ക്രസ്റ്റ് സ്കാബിസ് എന്നാണ് പറയുന്നത്. ഇതിന് പ്രത്യേകം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക. ഇനി സ്കാബിസിന് നമ്മൾ പൊതുവെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ പ്രോപ്പർ മെഡിസിൻസിനൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സുകളാവട്ടെ, നമ്മൾ ഉപയോഗിച്ച യൂട്ടൻസിൽസ് ആവട്ടെ എല്ലാം തന്നെ പ്രോപ്പറായിട്ട് ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്തിരിക്കണം. കൂടാതെ ആരുമായിട്ടൊക്കെ കോണ്ടാക്ട് വരുന്നു അവരെല്ലാം തന്നെ സ്കാബിസിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്. നാച്ചുറലായിട്ട് നമ്മൾ സ്കാബിസിനെ നമുക്ക് എങ്ങനെ തടയാൻ നോക്കാം. ആര്യവേപ്പില വെള്ളം ഇട്ട് കുളിക്കുന്നത് നല്ലതാണ്. അതുപോലെ ടീ ട്രീ ഓയിൽ വന്നിട്ട് പുറമേ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നീട് നമ്മൾ ടെർമറിക്കും, അതായത് മഞ്ഞളും തൈരും കൂടെ ചാലിച്ച് ഇതിന്റെ സ്കാബിസിന്റെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പുറമേ പുരട്ടുന്നത് നല്ലൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അവിടെ ഉണ്ടാവും. പിന്നീട് അതിന്റെ മുട്ടകളെല്ലാം നശിച്ചു പോകാനും അതുകൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് നശിപ്പിക്കാനും സാധിക്കും. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.